അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിൽ ഇപ്പോൾ പലരും ഈ ഒരു സമൂഹത്തിൽ മുഖ സൗന്ദര്യം വർദ്ധിക്കാനായിട്ട് ഒരുപാട് ക്രീമുകളും അതുപോലെ ബ്യൂട്ടീഷ്യനും ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നമ്മൾ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായി മുഖ സൗന്ദര്യം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ഒരുപാട് കെമിക്കലൊക്കെ ചേർന്നിട്ടുള്ള ഈ ഒരു വസ്തുക്കളൊക്കെ നമ്മുടെ മുഖത്ത് നമ്മൾ വാരി തേച്ചിട്ട് അത് എന്തെങ്കിലും റാഷസ് ഒക്കെ വന്ന് അലർജിയൊക്കെ വന്ന് സ്കിന്നിലൊക്കെ ആകെ ഒരു കോലമായി കിടക്കുന്നതിലും നല്ലത് നമുക്ക് അള്ളാഹുവിൻ്റെ ദിക്റ് ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തിട്ട് നമുക്ക് അള്ളാഹു തരുന്ന ഭംഗി പോരെ, ഈമാന് പോരെ. ഇനി ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ദിക്റ് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു ദിക്റ് നിങ്ങൾ ധാരാളം അധികരിപ്പിക്കുക. അതുപോലെ നിങ്ങളുടെ മുഖസൗന്ദര്യം വർദ്ധിക്കുകയും അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഹൃദയം ഈമാനിൻ്റെ പ്രകാശം കൊണ്ട് ഹൃദയം ശുദ്ധിയായിട്ട് മാറും. ആദ്യം തന്നെ നിങ്ങൾക്ക് മുഖ സൗന്ദര്യം കിട്ടണമെങ്കിലും നിങ്ങൾ ഇസ്തിഗ്ഫാർ ധാരാളം അധികരിപ്പിക്കുക. എന്നിട്ട് പടച്ച റബ്ബിനോട് തൗബ ചെയ്യുക. നിങ്ങൾ തെറ്റുകളിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുക. അതുപോലെ തെറ്റുകൾ ചെയ്യാതിരിക്കുക. ഒരുപാട് ദുആ ചെയ്യുക. ഇതിൻ്റെ കൂടെ നിങ്ങൾ യാ നൂറു യാ അല്ലാ എന്നുള്ള ഈ ഒരു ദിക്റ് 250 തവണ നിങ്ങൾ ചൊല്ലുക. ആത്മാർത്ഥമായിട്ട് കിബിലക്ക് മുന്നിട്ട് ആരോടും സംസാരിക്കാതെ നിങ്ങൾ ഈ ഒരു ദിക്റ് ചൊല്ലി അല്ലാഹു തആലക്ക് വേണ്ടി ചൊല്ലിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളം കൈയിൽ 2 കൈകളും ഉയർത്തിപ്പിടിച്ച് ആ ഉള്ളം കൈയിൽ ഇഷ്ഫി പറഞ്ഞ് മന്ത്രിച്ചിട്ട് അത് നിങ്ങളുടെ മുഖത്തൊക്കെ തടവി കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ ഒരാഴ്ച ചെയ്തു വരുമ്പോഴേക്കന്നെ നിങ്ങളുടെ മുഖത്തേക്ക് നല്ല മാറ്റം ഉണ്ടാവും. അതുപോലെ ഇങ്ങനെ ദിക്റുകളും ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലി വരുമ്പോൾ ഈമാനിൻ്റെ പ്രകാശം കൊണ്ട് നിങ്ങളുടെ കൽബും മാറും. നിങ്ങളുടെ കൽബ് ഈമാനിൻ്റെ പ്രകാശം കൊണ്ട് വൃത്തിയായി വരും. ഈമാനുള്ള കൽബായിട്ട് മാറും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കെമിക്കലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നതിലും നല്ലത് നമുക്ക് പടച്ച റബ്ബ് തരുന്ന സൗന്ദര്യമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.